ഹായ്, വെൽക്കം ടു മാലൂസ് കുക്കിംഗ് ലാബ്. എൻ്റെ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റേതായ കുറവുകൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു പാൽപ്പായസമാണ്, ഈസി പാൽപ്പായസം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പാല്, അരി, പഞ്ചസാര, ഈ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുക്കറിലാണ് നമ്മൾ ഈ പായസം ചെയ്യുന്നത്. ഇത് എന്തോരം വേണമെന്ന് വെച്ചാൽ 1 പിടി അരി, എൻ്റെ കൈപ്പിടിക്ക് ഇതേപോലെ പിടിച്ച് 1 പിടി അരി, പിന്നെ 1/2 ലിറ്റർ പാല്, ആവശ്യത്തിന് പഞ്ചസാര ആവശ്യത്തിന് ചേർത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ചേർക്കാം. ഓക്കെ, ഇത് 3ഉം കൂടി നമ്മൾ കുക്കറിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മളിത് കുക്കറിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കുക്കറിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പാലും പഞ്ചസാരയും അരിയും എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓൺ ചെയ്താൽ മതി, ഗ്യാസ് ഓൺ ചെയ്താൽ മതി. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് കുക്കർ മൂടി വെച്ച് അടച്ചാൽ മതി കേട്ടോ. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് കുക്കർ അടക്കാം. കുക്കറൊന്ന് അടക്കാം. കുക്കർ അടക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ഇടണ്ട കേട്ടോ. ഫസ്റ്റ് വെയിറ്റ് ഇടണ്ട. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായി ഇതിൽ കൂടി ആവി വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ടാൽ മതി. അതുവരെയും ഇത് ഒരുവിധം തീയിൽ വയ്ക്കാം. ആവി വരാൻ തുടങ്ങുമ്പോൾ തന്നെ വെയിറ്റ് ഇടണം, അല്ലെങ്കിൽ പാല് പുറത്തേക്ക് വരാൻ നിൽക്കരുത്. വെറ്റിക്കൂടി നമ്മളിതിന് അരിയെടുക്കുമ്പോൾ ഇത് പായസ അരിയോ അല്ലെങ്കിൽ സാധാ നമ്മുടെ പച്ചരി അതായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കളറിൽ വരും. ഈ അരി തന്നെ വേണമെന്നില്ല, നമുക്ക് പച്ചരി ആയാലും മതി. ഓക്കെ, ആവി വന്നിട്ട് നമ്മളിത് വെയിറ്റ് ഇട്ടിട്ട് സിമ്മിലേക്കാം. അധികം തീ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് വിസിൽ ഇങ്ങോട്ട് വന്നു പോയാൽ ഈ പാലെല്ലാം കൂടി തിളച്ച് പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെ പറ്റരുത്. അതാണ് നമ്മൾ പറയുന്നത്, ഇത് ലോ സിമ്മിലിടണം. വിസിൽ വരരുത്. വിസിൽ വരാതെ അരമണിക്കൂർ നമ്മൾ ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേറെ എന്തൊക്കെ ജോലി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ആവി പോകുന്നവരെ ഇരിക്കട്ടെ. എടുത്ത് ഒരുവിധം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. ഇത് ചൂട് അതിൻ്റെ അകത്ത് ഇരുന്ന് വേവണം. ആ കളറൊക്കെ ചേഞ്ച് ആണ്. കുറച്ച് അതൊന്ന് തണുക്കണവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല കളർ കിട്ടും. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാം. നമ്മുടെ അടിപൊളി പായസം നമുക്ക് കാണാൻ പറ്റണ്ട പിങ്ക് കളറ്. ഓക്കെ, കൊണ്ട് ഇളക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസമായിട്ട് നല്ല സാമ്യമുള്ള പായസമാണ്. ഏകദേശം അതേ ടേസ്റ്റൊക്കെ തന്നെയാണ്. അത് ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടില്ല. ആ പായസം എന്ന് വെച്ചാൽ അവർ പാല് വറ്റിച്ച് കുറുക്കിയിട്ടൊക്കെയാണ് ഇങ്ങനെ ആക്കണത്. പക്ഷേ ഏകദേശം ആ ഒരു ടേസ്റ്റിനോട് സാമ്യമുള്ളൊരു ടേസ്റ്റാണ്. അത് നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവും. അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഈസിയാണ്, ഈസി പായസമാണ്. നമ്മൾ എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് അടിപൊളി പായസമാണെന്ന്. കഴിച്ചോട്ടെ കേട്ടോ. ആ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഒരു ടേസ്റ്റ്, അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് എന്തായാലും ഈ പായസത്തിന് വരുന്നുണ്ട്.
അതൊരു സ്പെഷ്യൽ ടേസ്റ്റ്. അത് കഴിച്ചവർക്ക് അറിയാൻ പറ്റും. അതാണ് ആ പായസത്തിനെ സ്പെഷ്യലാക്കുന്നത്. പിന്നെ അമ്പലപ്പുഴ ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് കൊണ്ട് അത് വേറെ. എന്നാലും ഈ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. ആ ടേസ്റ്റ് എന്തായാലും ഈ പായസത്തിനുണ്ട്. ഒന്നും വേണ്ട, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കുക്കറും ഉണ്ടെങ്കിൽ നമ്മുടെ പാൽപ്പായസം റെഡി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ബൈ.